നമസ്കാരം, എൻ്റെ പേര് സ്മിത തോമസ്, കൺസൾട്ടൻറ്റ് ഓപ്റ്റോമെട്രിസ്റ്റ്, ഗ്രാമറ്റോപ്റ്റിക്കൽസ്, പരപ്പ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്, നമ്മൾ മിക്കപ്പോഴും കണ്ണട വെക്കുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ കണ്ണട ലൂസാവുകയും നമ്മുടെ മൂക്കിൻ്റെ ഇവിടുന്ന് കുറച്ച് താഴേക്ക് ഊർന്നു വരുന്ന പോലെ നമ്മൾ വായിക്കാനൊക്കെ കുനിയുന്ന സമയത്ത് കണ്ണട ഊരി വരാറ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആദ്യമായി 2 സ്റ്റെപ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യമായി നിങ്ങളുടെ കയ്യിൽ ഒരു ഹീറ്റ് ഡ്രയർ ഉണ്ടെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് ഹീറ്റ് ഡ്രയർ വെച്ചിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രെയിമിൻ്റെ ലെഗ് സൈഡ്, അതായത് ചെവിയുടെ ഭാഗം വരുന്ന ആ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ നമ്മളെപ്പോഴും ഒന്ന് ഈ ഒരു സൈഡ് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം ഹീറ്റ് ചെയ്തതിന് ശേഷം പയ്യെ ജെന്റിലായിട്ട് ഒന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഫോഴ്സ്ഫുള്ളി അല്ല, ഒന്ന് ചെറുതായിട്ട് പയ്യെ. ഫോഴ്സ്ഫുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒടിയും. അപ്പോൾ പയ്യെ ഒന്ന് ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം പയ്യെ ഒന്ന് ഇത് വളച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെവിയുടെ പുറകിൽ ടൈറ്റ് ആവും. അധികം ടൈറ്റ് ആവാൻ പാടില്ല. അധികം ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിയുടെ പുറകിൽ വേദന പോലെ വരും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറുതായിട്ട് ജെന്റിലായിട്ടൊന്ന്, ഫോഴ്സ്ഫുള്ളി അല്ലാതെ ഒന്ന് പയ്യെ ടൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ലൂസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടെ ടൈറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ ഹീറ്റ് ഡ്രയർ ഒന്നും ഇല്ല നമ്മുടെ കയ്യിലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബൗളിൻ്റെ അകത്ത് കുറച്ച് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് നമ്മളൊന്ന് നമ്മുടെ ഈ ഒരു ഭാഗം വരുന്നോടെ ഒന്ന് ഡിപ്പ് ചെയ്യുക. നമ്മുടെ ആ ബൗളിൻ്റെ അകത്ത് ആ ഒരു ലെഗ് സൈഡ് വരുന്നതോടെ ഡിപ്പ് ചെയ്തതിന് ശേഷം ജെന്റിലായിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ജെന്റിലായിട്ട് ഒന്ന് വളച്ചു കൊടുക്കുക. ആ ഒരു ഹീറ്റ് ചെറിയ ചൂടോടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ചും കൂടെ ടൈറ്റായി വരുവാണ് ചെയ്യുന്നത്. എന്നിട്ട് വെച്ച് നോക്കുക. നമുക്ക് ലൂസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടൈറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും നമ്മുടെ ഫ്രെയിം ലൂസ് ആവാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഫ്രെയിം വെക്കുകയോ എടുക്കുകയോ ചെയ്യുന്ന സമയത്ത്, ഊരുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഊരാൻ ശ്രമിക്കുക. ഈ ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ മാത്രം നമ്മളെപ്പോഴും ഫ്രെയിം ഊരേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഒരു കൈ കൊണ്ട് ഊരുന്ന സമയത്ത്, വലിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രെയിം ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്